നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. ഞാൻ എന്റെ മോനെ പോലെ സ്നേഹിച്ചിരുന്ന ശ്യാം എന്റെ സ്വന്തം സഹോദരന്റെ അശോകേട്ടന്റെ മോനായിരുന്നു. ഞങ്ങളുടെ മകൾ വന്ദനയുടെ വിവാഹമായിരിക്കുകയാണ്. അതിന്റെ പേരിൽ ക്ഷേത്രത്തിൽ ഒരു സ്വയംവര പൂജ നടത്തുകയാണ്. സ്വയംവര പൂജയോ? വിത്തുഗുണം കൊണ്ട് നിങ്ങളുടെ പെൺമക്കൾ രണ്ടുപേരും എല്ലാ പുരുഷന്മാരെയും വളച്ചെടുക്കാൻ പ്രത്യേക കഴിവും പ്രാഗൽഭ്യവും ഉള്ളവരാണല്ലോ. അവരുടെ സ്വയംവരത്തിന് ഇനി പ്രത്യേക പൂജയുടെ ആവശ്യമുണ്ടോ നായരെ? സ്വയംവര പൂജ. ഞാൻ പറയാറില്ലേ എന്നെ മോനെ പോലെ സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ടെന്ന്. അത് ഈ അമ്മയാ, ചന്ദ്രികാമ്മ. ഇത് ചന്ദ്രികാമ്മയുടെ ഭർത്താവ് മാധവൻ നായർ. നിങ്ങൾക്കിത് ആരാണെന്ന് മനസ്സിലായോ? ഞങ്ങൾക്ക് ഇദ്ദേഹത്തെ അറിയുമെന്നോ? അറിയാം. പക്ഷേ ഞാനുമായിട്ടുള്ള ബന്ധം അറിയൂ. ഇത് എൻ്റെ അച്ഛനാ, അശോകവർമ്മ. വർഷയുടെ സഹപാഠിയായി മാത്രം കണ്ട് മകനെ പോലെ ഞങ്ങൾ സ്നേഹിച്ചതാ ഈ ശ്യാമിനെ. ഞാൻ എന്റെ മോനെ പോലെ സ്നേഹിച്ചിരുന്ന ശ്യാം എന്റെ സ്വന്തം സഹോദരന്റെ അശോകേട്ടന്റെ മോനായിരുന്നു. എന്റെ കൂട്ടുകാരനായിരുന്ന ശ്യാം എന്റെ സ്വന്തം അമ്മാവിന്റെ മോനായിരുന്നു. അത് ശരി, നമ്മുടെ മുറച്ചെറുക്കനാണ് ശ്യാം. ഈ നിൽക്കുന്ന മാധവനെയും ചന്ദ്രികയും നീ ആയിട്ട് എന്നെ പരിചയപ്പെടുത്തേണ്ട ഒരാവശ്യവുമില്ല മോനെ. നീ ജനിക്കുന്നതിന് മുമ്പേ എനിക്ക് ഇവരെ നല്ല പരിചയമാ. ഒന്നും അറിയാത്ത ഈ നിഷ്കളങ്ക ഭാവമൊക്കെ ഉണ്ടല്ലോ. നായരെ, എന്റെ അടുത്ത് വേണ്ട കേട്ടോ. എന്റെ മോനാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാ ഇവനോട് നിങ്ങൾ നിഷ്കളങ്ക സ്നേഹവും ആത്മാർത്ഥതയൊക്കെ കാണിച്ചത്. അന്തസ്സും അഭിമാനവും ഇല്ലാത്ത നേറികെട്ട ജന്മങ്ങൾ. അയാള് ഒരു പൂജ നടക്കാൻ പോകുന്ന സമയത്താണോ ഈ വൃത്തികേടൊക്കെ വിളിച്ചു പറയുന്നത്? വൃത്തികേടാണോ സത്യമല്ല അയാൾ വിളിച്ചു പറയുന്നത്?
മാധവന്റെ പെൺമക്കളും ആൺമക്കളും ലോകപഴകളാടി. ശ്ശോ, നമ്മുടെ മോള് ഹരിതയെ ആ പരമ തെണ്ടിച്ചറ്റ മനോജ് അടിച്ചോണ്ട് പോയില്ലേ? അല്ല, ഇഷ്ടപ്പെട്ട് ഇറങ്ങിപ്പോയെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത്. മോളിതൊന്നും കാര്യമാക്കണ്ട. ആരെങ്കിലുമൊക്കെ സത്യം വിളിച്ചു പറഞ്ഞ് മാധവന്റെ കുടുംബം പരമാവധി നാറട്ടെ, അങ്ങനെ നാറ്റിക്കട്ടെ. നാറണം, നാണം കടണം, എന്നാലേ പഠിക്കൂ. അതെ, നാറണം. എന്റെ സഹോദരന്റെ മകനാണ് ശ്യാമെന്ന് എനിക്കും മാധവേട്ടന് അറിയില്ലായിരുന്നു. എന്റെ മക്കൾക്കും അറിയില്ലായിരുന്നു. സത്യം. അറിയപ്പെടാത്ത രക്തബന്ധത്തിന്റെ ശക്തി കൊണ്ടായിരിക്കും ഞാനും മാധവേട്ടനും ഇവന് ഞങ്ങളുടെ സ്വന്തം മകനെ പോലെ സ്നേഹിച്ചത്. അത്രേ ഉള്ളൂ. അതിനപ്പുറം ശ്യാമിനെ സ്വന്തമാക്കാൻ ഞങ്ങൾ പെൺമക്കളെ അയച്ചിട്ടില്ല. അത് ഞങ്ങളുടെ സംസ്കാരവുമല്ല. ശരി, രക്തബന്ധം അറിയില്ലായിരുന്നു എന്ന് തന്നെ സമ്മതിച്ചേക്കാം. പക്ഷേ ഏതോ ഒരു കോടീശ്വരന്റെ മകനാണ് ശ്യാമെന്ന് മനസ്സിലാക്കി അവനെ വശീകരിക്കാൻ വേണ്ടി ആദ്യം ഈ വർഷയെ അയച്ചു. അവള് കല്യാണം കഴിഞ്ഞു പോയതോടെ കെട്ടാച്ചരക്കായ വന്ദനയെ അയച്ചു. ഇതൊക്കെ എനിക്ക് വളരെ നന്നായിട്ട് ബോധ്യപ്പെട്ട സത്യങ്ങളാ. അതാ ഞാൻ ഈ പറയുന്നത്. പണം തട്ടാൻ വേണ്ടി സ്വന്തം മക്കളെ തന്നെ ഉപയോഗിക്കുന്ന അഭിമാനമില്ലാത്ത വർഗങ്ങള്. നെറികെട്ട കൂട്ടങ്ങള്. അഭിമാനം വേണം, അഭിമാനം. കേട്ടോ? നിർത്ത. ആരാ നിങ്ങള്? ആരായാലും വന്ദനെ കുറിച്ച് അനാവശ്യം പറഞ്ഞാ വിവരം അറിഞ്ഞിരിക്കും. മാന്യതയും അടക്കവും ഒതുക്കുള്ളൊരു പെണ്ണ വന്ദന. പുരുഷന്മാരെ വശീകരിക്കാൻ നടക്കുന്നവളല്ല. ഇതാരാണാവോ വന്ദനയെ വെള്ളപൂശാൻ വന്ന പുതിയൊരു അവതാരം? ഈ വന്ദന നിന്റെ ആരാണെന്ന് അതറിയണോ നിങ്ങൾക്ക്? ജഗ, വേണ്ട. ഈ നിൽക്കുന്നത് ആരാണെന്നറിയോ? ഞങ്ങളുടെ അമ്മയുടെ ഒരേ ഒരു സഹോദരനാ, ഞങ്ങളുടെ സ്വന്തം അമ്മാവൻ. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.